നമ്മളിങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ സുബ്ഹാനല്ലാഹ് 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 അർത്ഥം തന്നെ അറിയുമോ? നമുക്കതിന്റെ അർത്ഥം അറിയില്ല, അതിന്റെ ഗൗരവം അറിയില്ല. ഞാൻ എന്താണ് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിന്റെ മഹത്വവും അതിന്റെ ആഴവും അതിന്റെ വലുപ്പവും അതിന്റെ പരിശുദ്ധിയും എത്രയാണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ശരിക്കും പണ്ഡിതന്മാരെ നമുക്ക് പറഞ്ഞു തരുന്നത്, ഒരാൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ, അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുമ്പോൾ അവൻ മനസ്സിലാക്കേണ്ട പല വിഷയങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ വിഷയം എന്താണ്? നീ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ, അള്ളാഹുവിന്റെ പരിശുദ്ധിയെ നീ വാഴ്ത്തുമ്പോൾ നീ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ വിഷയം, ബഹുദൈവാരാധകരും വേദക്കാരും ഇസ്ലാമിന് പുറത്തുള്ള ആളുകളും തൗഹീദിന് പുറത്തുള്ള ആളുകളും അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന സകല ആരോപണങ്ങളിൽ നിന്നും അള്ളാഹു മുക്തനാകുന്നു, അള്ളാഹു പരിശുദ്ധനാകുന്നു. ആ ആരോപണങ്ങളുമായി റബ്ബിന് യാതൊരു ബന്ധവുമില്ല. അള്ളാഹുവിന്റെ സിഫത്തുകൾക്കോ അള്ളാഹുവിന്റെ ദാത്തിനോ അള്ളാഹുവിന്റെ പ്രവർത്തനത്തിനോ അള്ളാഹുവിന്റെ ഖുദ്റത്തിനോ ഈ പറയുന്ന ആരോപണങ്ങളുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഒന്നാമതായി മനസ്സിലാക്കി.